ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ ടീച്ചർ. നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പ്രീ പ്രൈമറിയുടെ 50ാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കോപ്പിയിൽ ലെറ്റേഴ്സ് എഴുതാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ലെറ്ററാണ് എഴുതാൻ പഠിച്ചത്? ഏത് ലെറ്ററാ? ലെറ്റർ ജെ. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏത് ലെറ്ററാണ് എഴുതാൻ പഠിക്കേണ്ടത്? ഏത് ലെറ്ററാണ്? ലെറ്റർ ജെ കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണല്ലേ. അതേത് ലെറ്ററാണ്? ലെറ്റർ കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ കോപ്പിയിൽ എഴുതാൻ പഠിക്കും അല്ലേ. ടീച്ചർ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ ഇവിടെ ഫ്രീ ഹാൻഡ് ആയിട്ട് എഴുതി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതൊക്കെ എഴുതാൻ പഠിച്ചു കഴിഞ്ഞാണല്ലേ. ക്യാപിറ്റൽ ലെറ്റർ കെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? ഒരു സ്റ്റാൻഡിങ് ലൈൻ വേണം, ഒരു ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ വേണം, ഒരു റൈറ്റ് സ്ലാൻഡിങ് ലൈൻ വേണം അല്ലേ. ടീച്ചർ ഇവിടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ കെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ വേണം, പിന്നെ ഒരു റൈറ്റ് സ്ലാൻഡിങ് ലൈൻ വേണം, പിന്നെ ഒരു ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈനും വേണം. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ കെ. ഇനി സ്മോൾ ലെറ്റർ കെ എങ്ങനെയാ നമ്മൾ എഴുതുക? നമ്മൾക്ക് സ്മോൾ ലെറ്റർ കെ എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? ഒരു സ്റ്റാൻഡിങ് ലൈൻ വേണം, ഒരു റൈറ്റ് സ്ലാൻഡിങ് ലൈൻ വേണം, ഒരു ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ വേണം. അതെങ്ങനെയാ നമ്മൾ വരയ്ക്കുക? ഒരു സ്റ്റാൻഡിങ് ലൈൻ ആദ്യം വരയ്ക്കും, എന്നിട്ട് ഈ സ്റ്റാൻഡിങ് ലൈനിന്റെ കുറച്ച് താഴെ നിന്നായിട്ട് നമ്മൾ ചെറിയ റൈറ്റ് സ്ലാൻഡിങ് ലൈനും ചെറിയ ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈനും ഇങ്ങനെ വരച്ചു കൊടുക്കും അല്ലെ. ഇതാണ് സ്മോൾ ലെറ്റർ കെ. ഇത് ക്യാപിറ്റൽ ലെറ്റർ കെ, ഇത് സ്മോൾ ലെറ്റർ കെ. ഇനി നമ്മൾക്ക് എന്ത് വേണം? നമ്മൾക്ക് കോപ്പിയിൽ ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ എങ്ങനെയാ എഴുതേണ്ടത് നോക്കണം അല്ലെ. ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ കെ ആണ് എഴുതുന്നത്. ക്യാപിറ്റൽ ലെറ്റർ കെ എങ്ങനെയാ എഴുതാം? ഇതാ, ഒന്നാമത്തെ ലൈനിൽ നിന്നും മൂന്നാമത്തെ ലൈനിലേക്ക് നമ്മൾ ആദ്യം സ്റ്റാൻഡിങ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കണം. പിന്നെ റൈറ്റ് സ്ലാൻഡിങ് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. ഒന്നാമത്തെ ലൈനിൽ നിന്നും ഈ രണ്ടാമത്തെ ലൈനിലേക്ക് റൈറ്റ് സ്ലാൻഡിങ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇനി ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. എങ്ങനെയാണ്? ഇതാ, ഇവിടെ രണ്ടാമത്തെ ലൈനിൽ നിന്നോ മൂന്നാമത്തെ ലൈനിലേക്ക് ഇങ്ങനെ ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ കെ. ഇനി സ്മോൾ ലെറ്റർ കെ എഴുതാട്ടോ. സ്മോൾ ലെറ്റർ കെ നമ്മൾ എങ്ങനെ എഴുതാം? ഇതാ, ഒന്നാമത്തെ ലൈനിൽ നിന്നും മൂന്നാമത്തെ ലൈനിലേക്ക് നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ രണ്ടാമത്തെ ലൈനിൽ നിന്നും ഇതാ ഈ സ്റ്റാൻഡിങ് ലൈനിന്റെ ഇവിടത്തേക്ക് ഇങ്ങനെ റൈറ്റ് സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യണം? ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇതാണ് സ്മോൾ ലെറ്റർ കെ. ടീച്ചർ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. ഇതാ, ക്യാപിറ്റൽ ലെറ്റർ കെ നമ്മൾ ഒന്നാമത്തെ ലൈനിൽ നിന്നും മൂന്നാമത്തെ ലൈനിലേക്ക് സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക. പിന്നെ ഒന്നാമത്തെ ലൈനിൽ നിന്നും രണ്ടാമത്തെ ലൈനിലേക്ക് റൈറ്റ് സ്ലാൻഡിങ് ലൈൻ, പിന്നെ ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ കെ. ഇനി സ്മോൾ ലെറ്റർ കെ. ഇതാണ് സ്മോൾ ലെറ്റർ കെ. ടീച്ചർ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. ഒന്നാമത്തെ ലൈനിൽ നിന്നും മൂന്നാമത്തെ ലൈനിലേക്ക് നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. പിന്നെ ഒന്നാമത്തെ ലൈനിൽ നിന്നും രണ്ടാമത്തെ ലൈനിലേക്ക് റൈറ്റ് സ്ലാൻഡിങ് ലൈൻ വരച്ചു. പിന്നെ രണ്ടാമത്തെ ലൈനിൽ നിന്നും മൂന്നാമത്തെ ലൈനിലേക്ക് ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈനും വരച്ചു. ഇത് ക്യാപിറ്റൽ ലെറ്റർ കെ. ഇനി സ്മോൾ ലെറ്റർ കെ. ഒന്നാമത്തെ ലൈനിൽ നിന്നും മൂന്നാമത്തെ ലൈനിലേക്ക് സ്റ്റാൻഡിങ് ലൈൻ വരച്ചു. പിന്നെ രണ്ടാമത്തെ ലൈനിൽ നിന്നും ഒരു ചെറിയ റൈറ്റ് സ്ലാൻഡിങ് ലൈൻ ഇവിടത്തേക്ക് വരച്ചു. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് സ്ലാൻഡിങ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തു. അപ്പോൾ ഇത് സ്മോൾ ലെറ്റർ കെ. അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കൾക്ക് മനസ്സിലായോ? ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാ എഴുതുക?
ഇങ്ങനെയാണല്ലേ. ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ, ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ, ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ച ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ കെ. ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ. അപ്പൊ എന്റെ കുഞ്ഞുമക്കൾ എന്ത് ചെയ്യും? കോപ്പി ബുക്കിലെ ക്യാപിറ്റൽ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ കെ പറഞ്ഞോണ്ട് എഴുതി പഠിക്കണം കേട്ടോ. അപ്പോ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്റർ എഴുതി പഠിക്കാം. അതുവരേക്കും ടാറ്റാ.